ഹായ്. നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ഫസ്റ്റ് ജനറേഷൻ ഡോക്ടർ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്, നീറ്റ് കഴിഞ്ഞ് MBBS ചൂസ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇതിനെ പറ്റി ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ദാറ്റ് യു ക്യാൻ ഡിസൈഡ് വെദർ ഇറ്റ്സ് ആപ്റ്റ് ഫോർ മീ. കാരണം ഇതെടുത്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. സോ വെൽക്കം ടു ദ റിയാലിറ്റി ഓഫ് MBBS. എല്ലാ കോഴ്സിനും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ വെച്ച് തുടങ്ങാം. പ്രോസ്. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഓറ എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഓറയാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ട്രേഞ്ചർ നമ്മളെടുത്ത് എന്താ മോളെ പഠിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ പേര് പറയുമ്പം കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ആൻഡ് ഇതിപ്പോൾ പഠിക്കുന്ന കാലത്തെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഡോക്ടേഴ്സിന് കിട്ടുന്ന റെസ്പെക്റ്റ് എത്രത്തോളമാണെന്നുള്ളത്. സോ ഓറ ആൻഡ് റെസ്പെക്റ്റ് അത് ഭയങ്കര അൺബീറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറെ ഏത് കോഴ്സിന് കിട്ടുന്നതിനെക്കാട്ടിലും ഐ ഗെസ് ദ ഓറ ഇസ് എ തിങ് ഹിയർ. പിന്നെ സെക്കൻഡ് തിങ്, ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഡിസെക്ഷനാണ്. അതായത് നമുക്ക് നമ്മളെ പറ്റി തന്നെ അറിയാൻ പറ്റും. അതായത് നമ്മുടെ ബോഡീൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് കാണാൻ മാത്രമല്ല, നമുക്ക് തൊടാനും അറിയാനും ഒക്കെ പറ്റും. ലൈക്ക് നെർവ്സ് ആണെങ്കിലും വെസൽസ് ആണെങ്കിലും ഓർഗൻസ് ആണെങ്കിലും ബോൺസ് ആണെങ്കിലും എല്ലാം നമുക്ക് കാണാനും തൊടാനും പഠിക്കാനും ഒക്കെ പറ്റും. ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്, അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ലൈക്ക് ഒരുപാട് പേർക്ക് പറ്റാത്തൊരു കാര്യമാണത്. ആൻഡ് ഫസ്റ്റ് ഇയറിലെ അനാട്ടമിയിൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യും. നമ്മൾ കടാവറിനെ കട്ട് ചെയ്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. ആൻഡ് ഇൻ ദിസ് ഒക്കേഷൻ ബോഡി ഡൊണേറ്റ് ചെയ്ത, മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ബോഡി ഡൊണേറ്റ് ചെയ്ത എല്ലാവർക്കും മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സർജറി, ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് കയറുമ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഓപ്പറേഷൻസ് കാണും. സർജറി, അതായത് ജനറൽ സർജറിയിലുള്ളത്, ENTയിലുള്ളത്, ഓർത്തോയിലുള്ളത്, അങ്ങനെ ഒരുപാട് സർജറീസ് നമുക്ക് കാണാൻ പറ്റും. വി വിൽ നോ വാട്ട്സ് ഇൻസൈഡ് അസ്. ആൻഡ് ഐ തിങ്ക് അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ തേർഡ് തിങ്, നോളജ് ടു സേവ് സമ്മൺസ് ലൈഫ്. വേറൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരറിവ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നതും അതും വലിയൊരു കാര്യമല്ലേ. നോളജ് ഇസ് പവർ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ അപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് വേറൊരാളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു അറിവുണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് കൂൾ, റൈറ്റ്? ഇറ്റ്സ് വെരി നൈസ്. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ ഫോർത്ത് തിങ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ടു ഫെയിൽ. അത് പോസിറ്റീവ് കാര്യത്തിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫീൽഡ് MBBSൽ എത്തുന്നത് വരെ ഒരു പക്ഷെ നമ്മൾ പലരും ഫെയിലിയർ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. മേ ബി ഒരുപാട് പേര് നീറ്റിൻ്റെ സമയത്ത് അറിഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ ലൈഫിൽ അത്ര വലിയ ഫെയിലിയേഴ്സ് ഒക്കെ അനുഭവിച്ചിട്ട് വരുന്നവർ വളരെ കുറവായിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫെയിലിയേഴ്സാണ്. നമ്മൾ ഇതുവരെ സ്കൂൾ എഡ്യൂക്കേഷൻ കണ്ടതല്ല ഇവിടെ എത്തുമ്പോൾ ഉള്ളത്. എല്ലാവരും 90 above% മേടിച്ച ആൾക്കാർ ഇവിടെ 50%-ന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യും. രാവും പകലും ഇരുന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നൊരവസ്ഥ. അക്കാഡമിക്സിൽ മാത്രമല്ല, ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു കാലമായത്. വൈ? ബിക്കോസ് നമ്മുടെ ടീനേജ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അഡൽട്ടിങ് ഫേസാണ് ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 5.5 years കഴിയുമ്പോൾ നമ്മൾ അഡൽട്ട്സ് ആയിട്ടാണ് പുറത്തോട്ട് വരുന്നത്. കുഞ്ഞു കുട്ടികളായിട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് പൗരബോധമുള്ള സിറ്റിസൺസ് ആയിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടായിരിക്കും കോഴ്സിലേക്ക് കയറുക. തിരിച്ചു വരുമ്പോൾ ഭയങ്കര നമ്മൾ വേറെ തന്നെ ഒരു മനുഷ്യനാവും. ലൈക്ക് വിച്ച് ഈസ് നീഡഡ് ടു ബി എ ഡോക്ടർ. സോ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അത് ഈ ഫെയിലിയേഴ്സ് വഹിക്കുന്ന പങ്ക് ഭയങ്കര വലുതാണ്. സോ ഓപ്പർച്യൂണിറ്റി ടു ഫെയിൽ അത് ഒരു പ്രോസിൽ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ പോസിറ്റീവ് തിങ് അവിടെ വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകാം, ഓർ കോൺ സെക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് തിങ് ഈസ് ബിഹൈൻഡ് യുവർ പിയേഴ്സ്. നമ്മുടെ കൂടെ സ്കൂളിലൊക്കെ പഠിച്ച ആൾക്കാരെയും കാട്ടിലും ഭയങ്കര ബിഹൈൻഡ് ആയിരിക്കും. അതായത് അവർ UG കംപ്ലീറ്റ് ചെയ്യും, PG കംപ്ലീറ്റ് ചെയ്യും, ഏൺ ചെയ്യാൻ തുടങ്ങും, അവർക്ക് മാരേജ് ചെയ്യും, പിള്ളേർ സ്കൂളിൽ ചേർത്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോഴും ചിലപ്പോൾ നമ്മൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ MBBS നീറ്റ് PG പ്രിപ്പറേഷൻ അത് അറ്റൻഡ് ചെയ്യുക, ക്ലിയർ ചെയ്യുക, നീറ്റ് PG പഠിക്കുക,
എന്നൊക്കെ പറയുമ്പോൾ ഒരു 10 വർഷം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ വരും. സോ ലെങ്ത് ഓഫ് ദ കോഴ്സ് അത് ഭയങ്കര വലുതാണ്. ഈ MBBS മാത്രമല്ലല്ലോ, അതിന് ശേഷം ഒരു PG അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ആ ഒരു കാര്യം പിന്നെ ഏൺ ചെയ്യാനുള്ള കുറച്ച് ലേറ്റ് ആവുക, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ബട്ട് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? ഇറ്റ് ഈസ് വെരി മച്ച് വർത്ത് ഇറ്റ്. നമ്മുടെ ടൈമിന് വർത്ത് ഇറ്റ് ആവുന്ന ഒരു കോഴ്സായത്. അത് മാത്രമല്ല ഇത്രയും ആവശ്യമാണ്. നമുക്ക് വേറൊരു മനുഷ്യനെ എന്താ പറയുക ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം നോളജ് ഉണ്ടാവണം. ആൻഡ് വി നീഡ് ദാറ്റ് ടൈം. ഒരു സാധാരണ എന്താ പറയുക നമ്മുടെ ഒരു +2 നോളജിൽ നിന്നും നമുക്ക് ഇത്രയും ഒരു നോളജ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദാറ്റ് ടൈം. ഇറ്റ് ഈസ് റിയലി വർത്ത് ഇറ്റ്. പിന്നെ പറയുന്നത് മിസ്സിങ് ഔട്ട് ഓഫ് ലൈഫ്. ലൈക്ക് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും. അതിപ്പോൾ വേറെ കോഴ്സ് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് മിസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കത് കുറച്ചധികം ഡ്യൂറേഷനിൽ മിസ് ചെയ്യും. ഫാമിലി ടൈം മിസ് ചെയ്യും. പിന്നെ നമ്മുടെ നോൺ മെഡിക്കോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിലെ കണക്ഷൻ ചിലപ്പം നല്ലോണം പോവും. നമുക്ക് ഫാമിലി ഫങ്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കല്യാണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആൻഡ് ഐ റിമെമ്പർ എ ഫ്രണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത് ഗ്രാൻഡ് ഫാദർ എന്തോ മരിച്ചു, അതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹോളിഡേയ്സ് ഇല്ല. ചില്ലാക്കാന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുറേ സമയമൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടും. പക്ഷേ ഒരുപാട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും. എഗെയിൻ വർത്ത് ഇറ്റ് ആണോ ചോദിച്ചാൽ, ഫാമിലി ടൈമൊക്കെ മിസ് ചെയ്യുന്നതൊക്കെ വർത്ത് ഇറ്റ് ആണോ ചോദിച്ചാൽ അത് വർത്ത് ഇറ്റ് അല്ല ആക്ച്വലി. നമുക്ക് ലൈഫ് എന്ന് പറയുമ്പോഴും ചെറിയൊരു സ്പാനല്ലേ നമുക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഫുള്ളി ഒരു കോഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ആവും. ഇതിൽ എൻ്റർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ തേർഡ് തിങ് ഇസ് ടോക്സിക് എൻവയോൺമെൻറ്റ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഒരു ഫീൽഡിൽ ഹൈറാർക്കി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ പ്രൊഫസേഴ്സ് തൊട്ട് താഴെ ഹൗസ് റെസിഡൻസ് വരെയുള്ളൊരു സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫസേഴ്സ് സീനിയർ റെസിഡൻസിൻ്റെ മേലെ, സീനിയർ റെസിഡൻസ് ജൂനിയർ റെസിഡൻസിൻ്റെ മേലെ, അങ്ങനെ ഇപ്പം ഒരു ചെറിയൊരു കാര്യം വഴക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് താഴത്തോട്ടേക്ക് ഇൻക്രീസിങ് റേറ്റിൽ, അല്ലെങ്കിൽ ഭയങ്കര ആ ഒരു വഴക്കിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി താഴേക്ക് പോവുക, വർക്ക് പ്രഷർ താഴേക്ക് പോകുമ്പോൾ കൂടിക്കൂടി വരിക. അവരുടെയൊക്കെ ദേഷ്യം തൊട്ട് താഴെ ആരാണ് അവരുടെ തൊട്ട് ജൂനിയറിൻ്റെ മേലേക്ക് തീർക്കുക. അങ്ങനൊരു ടോക്സിക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആരും ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രത്യേകിച്ച് അതൊക്കെ ബ്രേക്ക് ചെയ്യേണ്ട സമയമായി. ഓൾറെഡി ഒരു പ്രൊഫഷനും ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്ഫുള്ളാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടെ പ്രഷർ തരിക, അങ്ങനെ ഒരു ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് മോശമാണ്. അതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് തിങ്, നോട്ട് എവ്രി വൺ ഹിയർ ഇസ് യുവർ ഫ്രണ്ട്. ബാക്ക് സ്റ്റാബിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബാക്ക് സ്റ്റാബിംഗ് ആയിരിക്കും. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഓരോരുത്തർക്കും ഓരോ കഥകളായിരിക്കും പറയാനുണ്ടാവാം. അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വിയേർഡ് ജേർണി ഇൻ ടേംസ് ഓഫ് ഫ്രണ്ട്ഷിപ്സ്. കാരണം ഒരു 5-5 വർഷത്തെ കോഴ്സാണ്. ഡി ബഹളം, പിന്നെ ഈ ഒരു കോഴ്സ് ഓഫ് ടൈമിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, അതായത് നമുക്ക് കറക്റ്റായിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാ, കൂടെ നിൽക്കാത്ത ആരാന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ദാറ്റ് ജേർണി, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ജേർണി ഇസ് ഗോണ ബി വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് അനുഭവിച്ചറിയാം. ആൻഡ് ആഫ്റ്റർ ഓൾ അറ്റ് ദ എൻഡ് എനിക്ക് പറയാനുള്ളത്, MBBS ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോഴ്സ്, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ഇഷ്ടപ്പെടാണ്ട് വന്നാൽ ഇവിടെ ഭയങ്കര ഹൊറിബിളാണ്. കഷ്ടപ്പെട്ട് ഡിപ്രഷൻ അടിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇഷ്ടപ്പെട്ട് വന്നാൽ, അല്ലെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ ഇറ്റ്സ് റിയലി മാജിക്കൽ. സോ അത്രയേ ഉള്ളൂ ബേസിക്കലി പറയാനാണെങ്കിൽ. അതായത് ബ്രീഫ്ലി നിങ്ങൾ അറിയേണ്ട എസെൻഷ്യൽ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. If you like the video, do consider subscribing, share your thoughts and like.